സാർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു യാത്രയിൽ വഴിയോരത്ത് ഭക്ഷണം വ്യാഴ്ച നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടുമുട്ടിയതും ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു കവിത എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടതും ഇന്നിപ്പോൾ ഓർമ്മയിൽ വരികയാണ്. അത് ഞാനിവിടെ ഒരു 2 വരി പാടാം. കാറ്റിന്നു കൗതുകം തീർക്കുന്നു കുഞ്ഞിളം നേത്രത്താൽ പൈതലേ നീയറിഞ്ഞില്ലല്ലോ. കാറ്റിന്നു കൗതുകം തീർക്കുന്നു കുഞ്ഞിളം നേത്രത്താൽ പൈതലേ നീയറിഞ്ഞില്ലല്ലോ. കാലത്തിൻ ക്രൂരമ്പു ഏറ്റേറ്റു നിൻ മൃദുതൂമേനിന്നതി കാഠിന്യം പുൽകുന്നു. ഏറും വിശപ്പിലായി തേടുന്നു നീ ഇന്ന് കൂറകൾ കീറി പെരുകിയ കോണിന്ന്. ഏറും വിശപ്പിലായി തേടുന്നു നീ ഇന്ന് കൂറകൾ കീറി പെരുകിയ കോണിന്ന്. ആരോ ചതിച്ചോഴി പുൽകുവാൻ നിന്നെ പാതയോരത്തെ ചെറിതിൽ തള്ളിയിലേ. ആരോ ചതിച്ചോഴി പുൽകുവാൻ നിന്നെ പാതയോരത്തെ ചെറിതിൽ തള്ളിയിലേ. ഇന്നു നിൻ ജീവൻ പിടിച്ചിടാൻ നീ തന്നെ ചെല്ലുക ഉണ്ണി ശിലാഹൃത്തു പേറുക. ഇന്നു നിൻ ജീവൻ പിടിച്ചിടാൻ നീ തന്നെ ചെല്ലുക ഉണ്ണി ശിലാഹൃത്തു പേറുക. ഇതായിരുന്നു എൻ്റെ കവിത. താങ്ക് യു. ഈ കവിതയിലൂടെ ഞാൻ വിതുമ്പിയത് ഈ കുട്ടി പഠിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കുഞ്ഞായിരുന്നുവെന്ന് ഇന്നും ഞാൻ ഓർക്കുന്നു സാർ. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കുട്ടിക്ക് പോലും ഈ ഒരവസ്ഥയില്ല സാർ. ഇന്ന് അന്യ സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകിക്കൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു സാർ. ലോക ജനസംഖ്യയിൽ 4/1 കുട്ടികളാണ്. വിവിധ രാജ്യങ്ങളിലെ സമരമുഖങ്ങളിലും വിവേചനം നിലനിൽക്കുന്ന ഇടങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും യുദ്ധഭൂമികളിലുമൊക്കെയും എരിഞ്ഞു തീരുന്നത് ലോകത്തിൻ്റെ പ്രതീക്ഷകളാണ്. എന്നിരിക്കെ വിദ്യാലയത്തിൻ്റെ ചരടുവലിക്കൊപ്പം ആടുകയും പാടുകയും പഠിക്കുകയും ചെയ്യുന്ന പാവകളായിട്ടോ കൃത്യമായി പ്രോഗ്രാം ചെയ്തു വിട്ട റോബോട്ടുകളെ പോലെയോ അല്ലല്ലോ നമ്മുടെ കുട്ടികൾ വളരേണ്ടത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതീക്ഷകളും ഒരുപോലെ കൈകാര്യം ചെയ്യും വിധം അവരെ ഒരുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകം അതിവിശാലമാണെന്നത് അവർക്ക് ബോധ്യമാകണം. ഇന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കുട്ടികളുടെ നിസ്സഹായത നിറഞ്ഞ രോദനം ഉയരുന്നുണ്ട് സാർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അഴിമതി. രാജ്യത്താകമാനമുള്ള 1 ലക്ഷത്തിലേറെ MBBS സീറ്റുകളിലേക്ക് അതിൻ്റെ 24 ഇരട്ടിയോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയാണ് നീറ്റ്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത്. സമർത്ഥരായ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുകയും അനർഹർ ആദ്യ റാങ്കുകളിലേക്ക് കടന്നുകൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മനുഷ്യജീവൻ്റെ വിഷയമാണ് സർ. ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല. എന്നാൽ കേന്ദ്ര സർക്കാരും NDAയും ഇതിനെ ലാഘവത്തോടെ കാണുന്നുവെന്നത് എത്ര ഹീനമാണ് സർ. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇടയിൽ നീന്തുന്ന കേന്ദ്ര ഗവൺമെൻറ് കുഞ്ഞുങ്ങളുടെ മനസ്സിലും തീകോരിയിടുകയല്ലേ. ഇതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര മാറ്റങ്ങളാണ് വഴി തുറന്നത്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ് അതിനുവേണ്ടി. ഇത് ഇവർക്ക് കണ്ടുപഠിക്കട്ടെ സാർ. നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടനവധി സ്കൂളുകൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹൈടെക് നിലവാരം പുലർത്തുന്നില്ലേ?
എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം 20 കോടിയിലധികം തുകയാണ് സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു കുറവും വരുത്താതെ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സർ. എൻ്റെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ നടത്തിയ വികസന പ്രവർത്തനം ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. തിരുനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം 3 കോടി, ഒറ്റപ്പുന്ന ഗവൺമെൻറ് LPSന് 1.5 കോടി, പള്ളിവേലി ഗവൺമെൻറ് UP സ്കൂൾ 2 കോടി, തേവർവട്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ 1 കോടി, ഓടമ്പള്ളി ഗവൺമെൻറ് UPS 1 കോടി, പെരുമ്പളം HSLPS 60 ലക്ഷം, പെരുമ്പളം ഗവൺമെൻറ് HS 1 കോടി, മറ്റത്തിൽ ഭാഗം ഗവൺമെൻറ് LPS 1 കോടി, അരൂർ ഗവൺമെൻറ് HS 1 കോടി, ചന്ദ്രൂർ ഗവൺമെൻറ് HSS 2 കോടി, VVHSS കോടന്തുരുത്ത് 2 കോടി, ഗവൺമെൻറ് LPS കോടന്തുരുത്ത് 1 കോടി, തുറവൂർ വെസ്റ്റ് UP സ്കൂൾ 3 കോടി, എരമല്ലൂർ NSS LPS 55 ലക്ഷം, തളിയാപറമ്പ് GLPS 55 ലക്ഷം. ഇങ്ങനെ പോകുന്നു എൻ്റെ മണ്ഡലത്തിലെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഇതിൽ എനിക്ക് സർക്കാരിനോടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടും വളരെ നന്ദിയുണ്ട് സാർ. ഇത് എൻ്റെ മണ്ഡലത്തിലെ പ്രശ്നം തന്നെയല്ല, എല്ലാ മണ്ഡലത്തിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് സാർ. ഒരു കലാകാരി എന്ന നിലയിൽ ഈ രംഗത്ത് കടന്നു വരുന്ന സമയം എനിക്ക് വളരെ ഉത്കണ്ഠയായിരുന്നു. കലാകാരന്മാരെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുമോ എന്ന ഉത്കണ്ഠ. പക്ഷേ ഈ രംഗത്ത് അത്ഭുതകരമായ മാറ്റമാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയത്. എല്ലാവർക്കും കലാകാരന്മാരാകുവാൻ സാധിക്കില്ല. കല അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെയുള്ള കലാകാരന്മാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ നാടിൻ്റെ നന്മയുടെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു. കേരളത്തിലെ തനത് കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും ഒപ്പം കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് കല ജീവനോപാധിയാക്കി മാറ്റുന്നതിനും ആവശ്യമായ ഇടപെടലുകളാണ് കഴിഞ്ഞ 3 വർഷക്കാലയളവിൽ ഈ സർക്കാർ നടത്തിവരുന്നത്. കലാപ്രവർത്തനങ്ങളെയും സാംസ്കാരിക സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുകയും വിവിധ വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട കലാകാരന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പാട്ട് പാടിയതാണ്, എനിക്ക് ഇത്തിരി സമയം കൊടുത്തരണം സാർ. അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും അവരെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി വൈവിധ്യമാർന്ന പരിപാടികളും സർക്കാർ നടപ്പിലാക്കി വരുന്നു. ഇതിനെ എല്ലാത്തിനും എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കലാസാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് വളരെയധികം നന്ദിയുണ്ട് സാർ. നമ്മളുടെ പൊതുവെ ഗവൺമെൻറ് ആനുകൂല്യം പറ്റാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കലാകാരന്മാർ അവർ അഭിമാനത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പൊതുവെ കലാകാരന്മാരെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് യാതൊരു പരിഭവവും അവർക്ക് ഉണ്ടാവാറില്ല. തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് സംഭാവന ചെയ്ത് പല കലാകാരന്മാരും കടന്നു പോകുന്നു. അങ്ങനെയുള്ള നിർധനരായ കലാകാരന്മാരെയാണ് ഈ സർക്കാർ കരുണയോടെ ചേർത്ത് പിടിക്കുന്നത് സാർ. വാർദ്ധക്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കലാകാരന്മാരാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇവർക്ക് ആശ്വാസം പകരുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന പെൻഷൻ പദ്ധതിയാണ് കലാകാരൻ പെൻഷൻ പദ്ധതി. ഇതിൽ ഞാൻ വളരെയധികം എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവർക്ക് ഈ പെൻഷൻ ഇങ്ങനെ കിട്ടുന്നതിൽ അവർക്കൊരു 3000 ആക്കി ആ പെൻഷൻ എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അതൊരു സ്വപ്നമാണ്. ഇതുകൂടെ സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ കലാകാരന്മാർക്ക് 4000 രൂപ നിരക്കിൽ പെൻഷൻ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഇതിലും വളരെ അഭിമാനം തോന്നുന്നുണ്ട് സാർ. അതൊന്നും അധികം നീട്ടുന്നില്ല. ഇതിൻ്റെ നേട്ടങ്ങൾ വിദ്യാഭ്യാസവും കലയും സാഹിത്യവും എന്നതുപോലെ കായിക രംഗത്തും വലിയ മുന്നേറ്റമാണ്. ഇനി ഈ കലാകാരന്മാരുടെ വേറൊരു കാര്യമുണ്ട്. അവർക്ക് നമ്മൾക്ക് ഈ പ്രൊഫഷണൽ വേദികളിൽ നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന വേദികളിൽ ഈ ഭിന്നശേഷി കലാകാരന്മാർക്ക് കൂടെ ഒരു പ്രാധാന്യം കൊടുക്കണം. അവർക്ക് പ്രോഗ്രാം നടത്തുവാനുള്ള അവസരം കൊടുക്കണം സാർ. അതുകൂടാതെ എനിക്ക് അഭ്യർത്ഥനയുള്ളത്, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാത്ത കുറേ കലാകാരന്മാർ പിന്നാമ്പുറങ്ങളിലുണ്ട്. അവർക്കൊക്കെ നമ്മളുടെ ഗവൺമെൻറ് പ്രോഗ്രാമിൽ അവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോഗ്രാം കൊടുക്കുക. അവർക്ക് സാമ്പത്തിക സഹായം അതിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കാരണം അവർ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സംഭാവനയല്ലേ ഈ കലയെന്ന് പറയുന്നത്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടില്ലെന്നല്ല, അവരെ പ്രത്യേകം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഒരു സ്പോർട്സ് ഹബ്ബാകാനും കൂടെ നമ്മൾ കുതിക്കുന്നുണ്ട്. ക്രിക്കറ്റിനും ഫുട്ബോളിനും പുതിയ രാജ്യാന്തര സ്റ്റേഡിയങ്ങൾ ലോക മത്സരങ്ങൾക്ക് വേദിയാകുന്നതോടെ കേരളത്തിൻ്റെ കായിക രംഗത്തിൻ്റെ മഹത്വം ലോകശ്രദ്ധയാകർഷിക്കും. കായിക സംരംഭങ്ങൾക്ക് വ്യവസായ പദവി നൽകുന്നതോടെ കായിക രംഗത്തേക്ക് പുതിയ സംരംഭക ചുവടുവയ്പ് നാടിന് ഉണർവേകും. ഇതോടൊപ്പം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും, അത് എൻ്റെ ഒരു ആഗ്രഹമാണ് സാർ, ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങളും റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും അനുവദിക്കണമെന്ന് കൂടി ഞാൻ ഇതിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയെ ചർച്ചയെ ഞാൻ ഒരിക്കൽ കൂടെ പിന്തുണയ്ക്കുന്നു സാർ.